വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഫെബ്രുവരി 1 മുതൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തും. മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത്. മൂന്നാറിന്റെ ഭാഗമാണ് പരിസ്ഥിതി പ്രാധാന്യമേറെയുള്ള ജൈവമണ്ഡലമായ ഇരവികുളം ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ കേന്ദ്രമാണിവിടം. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാനും സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. അപൂർവ ഗണത്തിലുള്ള സസ്യജാലങ്ങളാണ് ഇരവികുളത്തിന്റെ സവിശേഷത. ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഉയരം കൂടിയ പ്രദേശങ്ങൾ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തുവാൻ തീരുമാനമായി. വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിലെ വരയാടുകളുടെ പ്രജനനകാലമാണ്. ജനുവരി 31 തീയതി നാഷണൽ പാർക്ക് അടയ്ക്കും. ഏപ്രിൽ മാസം 1 തീയതിയാണ് ഇനി റീ ഓപ്പൺ ചെയ്യുക. അതുവരെ സഞ്ചാരികൾക്ക് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ നാഷണൽ പാർക്കിലെ വരയാടുകളുടെ സംരക്ഷണത്തിനാണ് പ്രഥമ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് നാഷണൽ പാർക്കിലേക്കുള്ള എല്ലാവിധ ടൂറിസം ആക്ടിവിറ്റീസും ജനുവരി 31 കൊണ്ട് അവസാനിക്കുകയാണ്. ഏപ്രിൽ 1 പാർക്ക് വീണ്ടും തുറക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ മെയ് മാസം നടത്തിയ കണക്കെടുപ്പിൽ ഇരവികുളം ഉൾപ്പെടെയുള്ള വരയാടുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ 827 വരയാടുകളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 144 പുതിയ കുഞ്ഞുങ്ങളായിരുന്നു. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടവിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളത്തെ വരയാടുകളും പ്രകൃതി ഭംഗിയും ഏറ്റവും ആസ്വാദ്യകരമാണെന്നും അതിമനോഹരമായ സ്ഥലങ്ങളാണ് മൂന്നാറിലുള്ളത് संचारिകൾ പറയുന്നു. बहुत सुंदर, मतलब मैंने ऐसे कश्मीर देखा वैसा ये सेकंड प्लेस ये लगा मुझे. मैं से चढ़ने को नहीं हो रहा था, फिर भी मैं आई हूँ देखने के लिए. So it's very different scenery. We love the peace that we can find here, and the animals. We saw really a lot of goats that are going on the grassland and the plants and the forest. Yeah, the forest is beautiful, and the scenery we can see the plantations of the tea plantations underneath us, and it's really magical. ഇന്ത്യയിലെ ആദ്യ ക്യാഷ്ലെസ് പാർക്ക് കൂടിയാണ് ഇരവികുളം. ശരാശരി 2500 മുകളിൽ ദിവസേന സന്ദർശകർ പാർക്കിലെത്താറുണ്ട്. കഴിഞ്ഞ 10 മാസം കൊണ്ട് 20 കോടി രൂപയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ വരുമാനം. അപൂർവമായ ഓർക്കിഡുകളും കാട്ടുപൂക്കളും കുറിഞ്ഞികളും കാണാനാകും. We are coming from Gujarat and we had a very good experience in Munnar. Please do visit. Thank you. ന്യൂസ് ബ്യൂറോ, അടിമാലി.